ഇന്നത്തെ വീഡിയോയിൽ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആയുഷിനെ കുറിച്ചിട്ടാണ്. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് +2 കഴിഞ്ഞതിന് ശേഷം BASLP ബാച്ചലർ ഓഫ് ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജി എന്ന് പറയുന്ന കോഴ്സ് സെലക്ട് ചെയ്യുന്ന കുട്ടികളുടെ എണ്ണം ഇന്ന് കൂടുതലാണ്. അപ്പോൾ ഒബ്വിയസ്ലി ഇപ്പോൾ MBBS ഒക്കെ നോക്കുന്ന കുട്ടികൾ ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് മെഡിക്കൽ കോളേജായിട്ട് കണക്കാക്കുന്നത് എയിംസ്, പിജിമർ, ജിപ്മർ, CMC, വെല്ലൂർ പോലുള്ള സ്ഥാപനങ്ങളാണ്. അപ്പോൾ ഇതേപോലെ തന്നെ ആയുഷ് എന്ന് പറയുന്ന സ്ഥാപനം ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അതായത് ഒരു സെൻട്രൽ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അപ്പോൾ ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ കേരളത്തിന് തൊട്ടടുത്ത് കിടക്കുന്ന കർണാടക എന്ന് പറയുന്ന സ്റ്റേറ്റിൽ മൈസൂർ എന്ന് പറയുന്ന ലൊക്കേഷൻ, ഒരു ഹെറിറ്റേജ് സിറ്റിയാണ്. മൈസൂർ ലൊക്കേഷനിലാണ് ആയുഷ് എന്ന് പറയുന്ന സ്ഥാപനം ലൊക്കേറ്റ് ചെയ്യുന്നത്. ആയുഷിൽ ഓൾ ഇന്ത്യ ലെവൽ കണ്ടക്ട് ചെയ്യുന്ന അവരുടെ എൻട്രൻസ് എക്സാം ഉണ്ട്. ആയുഷിന്റെ 2026 എൻട്രൻസ് എക്സാമിന്റെ ആപ്ലിക്കേഷൻ ഇപ്പോൾ ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് BASLP പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ ആയുഷിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം, ആയുഷിന്റെ എൻട്രൻസ് എക്സാമിനെ കുറിച്ചിട്ട് അറിഞ്ഞിരിക്കണം. ഇത് ആർക്കൊക്കെയാണ് ഈ എക്സാം എഴുതാൻ പറ്റുന്നത്, ഇതിന് എങ്ങനെയാണ് ഇതിന് അഡ്മിഷൻ കിട്ടുന്നത്, ഇതിന്റെ എക്സാം ഡേറ്റ് എന്നാണ്, ഇങ്ങനെ ഒരുപാട് ഡൗട്ടുള്ള കുട്ടികളുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. ഞാനിപ്പോൾ ഓൾറെഡി പ്രോസ്പെക്ടസും കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നമുക്ക് ക്ലോസ്ലി ഒന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കാം. കൂടുതൽ ഡൗട്ടുകൾക്കും കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഞങ്ങളുടെ വാട്സപ്പ് ആയിട്ട് കണക്ട് ചെയ്യാം. വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്കും കാര്യങ്ങളും വാട്സപ്പ് ചാനലിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ യൂട്യൂബ് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആഫ്റ്റർ +2 മലയാളം എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലോട്ട് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. +2 കഴിഞ്ഞതിന് ശേഷം ഉന്നത വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ആണ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാറുള്ളത്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾ ഇന്ത്യ ലെവൽ വരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ആയുഷ്. ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് എന്ന് പറയും. ഇത് ഒരു ഓട്ടോണോമസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ അണ്ടറിൽ വരുന്ന സ്ഥാപനമാണ്. നാക്കിന്റെ A ഗ്രേഡ് ഉള്ള ഇന്ത്യയിലെ BASLP, അതുപോലെ തന്നെ MASLP അല്ല MSc ഇൻ ഓഡിയോളജിയും MSc സ്പീച്ച് തെറാപ്പി പോലുള്ള ഡിപ്ലോമ ആൻഡ് PG ഡിപ്ലോമ പ്രോഗ്രാമുകൾ, UG പ്രോഗ്രാമുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഇന്ത്യയിലെ വൺ ഓഫ് ദ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ആയുഷ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ പ്രോസ്പെക്ടസ് ആണത്. അപ്പോൾ ആദ്യം നമുക്ക് നോക്കേണ്ടത് ആയുഷിന്റെ നോട്ടിഫിക്കേഷൻ ആണ്. 2026-27 വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ ആണ്. അപ്പോൾ BASLP എന്ന് പറയുന്ന കോഴ്സ് ടോട്ടൽ 80 സീറ്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. 4 ഇയേഴ്സ് ഡ്യൂറേഷൻ വരുന്ന കോഴ്സാണ്. 3 വർഷത്തെ പഠനം പ്ലസ് 1 ഇയർ ഇന്റേൺഷിപ്പ് ആണ് വരുന്നത്. 2030 രൂപയാണ് ഈ ആയുഷ് എന്ന് പറയുന്ന സ്ഥാപനത്തിലോട്ട്, ഗവൺമെന്റ് സ്ഥാപനമാണ്, ഇതിലോട്ട് അപേക്ഷ കൊടുക്കാനുള്ള റേറ്റ് വരുന്നത് 2030 ജനറൽ കാറ്റഗറിക്ക്. 1500 രൂപ SC ST PWD കാറ്റഗറിയിൽ വരുന്ന കുട്ടികൾക്ക് 1500 രൂപയാണ് ആപ്ലിക്കേഷൻ. അപ്പോൾ അഡ്മിഷൻ, ആയുഷിലോട്ട് എടുക്കുന്ന അഡ്മിഷൻ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് ഫോർ ഇന്ത്യൻ കാൻഡിഡേറ്റ്സ്. ഓക്കെ. അപ്പോൾ BASLP ടോട്ടൽ 80 സീറ്റ് ആണുള്ളത്. MSc ഓഡിയോളജി ഉണ്ട് 44 സീറ്റ്, MSc സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജി ഉണ്ട്, അത് 44 സീറ്റ്. മറ്റുള്ള പ്രോഗ്രാമുകൾ ഇതൊക്കെയാണ്. അപ്പോൾ ഇനി ഇതിന്റെ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സിലോട്ട് വരുന്ന സമയത്ത് ഇതിന്റെ ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുന്ന ഡേറ്റ് മെയ് 17 മെയ് 17, 2026 ആപ്ലിക്കേഷൻ ക്ലോസ് ആവും. അതുപോലെ തന്നെ ഇതിന്റെ എൻട്രൻസ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത് BASLPക്കും അതുപോലെ തന്നെ MScക്കും എൻട്രൻസ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത് മെയ് 26 അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഇതിന്റെ ഡേറ്റ് ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ, മെയ് 17 രാത്രി 12 മണി വരെയാണ് ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് ഉള്ളത് കേട്ടോ. ഇനി ഓഫ്ലൈൻ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന കുട്ടികൾക്ക് ജൂൺ 1 വരെയുണ്ട്. എല്ലാവരും ഓൺലൈൻ ആപ്ലിക്കേഷൻ കൊടുക്കുക. ഇത് ഫോർ BEdും അതുപോലെ തന്നെ സ്പെഷ്യൽ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രോഗ്രാമുകൾക്കാണ് ഇത് വരുന്നത്. www.ayushmysore.in എന്ന് പറയുന്ന വെബ്സൈറ്റ് വഴിയാണ് നമ്മൾ അപേക്ഷ കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് ഇതിന്റെ പ്രോസ്പെക്ടസ് എന്ത് ചെയ്യാം, ഇതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. ഇതിന്റെ പ്രോസ്പെക്ടസ് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ യൂട്യൂബിന്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ പ്രോസ്പെക്ടസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ BASLP പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ, അത് ഓൾ ഇന്ത്യ ലെവൽ വരുന്ന സ്ഥാപനമാണ്, അതുകൊണ്ടാണ് നിങ്ങൾ ഇത് അപ്ലൈ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് വരാം. അപ്പോൾ ഇതിന്റെ എൻട്രൻസിന് ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഇതിന്റെ എക്സാം സെന്റർ. ഓൾറെഡി പറഞ്ഞല്ലോ, എക്സാം കണ്ടക്ട് ചെയ്യുന്ന ഡേറ്റ് ഓൾറെഡി പറഞ്ഞു, അത് മെയ് 26 അപ്പോൾ എക്സാമിന്റെ സെന്റർ ഓൾ ഇന്ത്യ ലെവൽ 13 സിറ്റീസിലാണ് എക്സാം ഉള്ളത്. ബാംഗ്ലൂർ ഉണ്ട്, മൈസൂർ ഉണ്ട്, ഡൽഹി, ഹൈദരാബാദ്. നമ്മുടെ കേരളത്തിലാണെന്നുണ്ടെങ്കിൽ കോഴിക്കോടും തൃശ്ശൂരും ഇതിന്റെ എക്സാം സെന്റർ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിന്റെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾ ആയുഷ് നോക്കുന്ന വിദ്യാർത്ഥികളാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് നോക്കുക. പിന്നെ എക്സാമിന് പോകുന്ന സമയത്ത് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ്, ഹോൾ ടിക്കറ്റ് പ്രിന്റ് ചെയ്യണം. ഒറിജിനൽ വാലിഡ് ആയിട്ടുള്ള
ഫോട്ടോ ഉള്ള ഒരു ID കാർഡും കൊണ്ടാണ് പോകേണ്ടത്. അപ്പോൾ എക്സാം എഴുതേണ്ട കാര്യങ്ങളും അതിൻ്റെ ഡീറ്റെയിൽസും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ഫീസ് ഫോർ ഡിഫറെൻറ്റ് കോഴ്സസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ BSLP ആണെങ്കിൽ ജനറൽ കാറ്റഗറിക്ക് 2030 രൂപയും പിന്നെ ഷെഡ്യൂൾഡ് അതായത് SC ST അതുപോലെ തന്നെ PWD കാറ്റഗറിയിൽ വരുന്ന കുട്ടികൾക്ക് 1500 രൂപയാണ്. ആപ്ലിക്കേഷൻ ഫീസ് പേ ചെയ്താൽ പിന്നീട് അത് റീഫണ്ടും കാര്യങ്ങളൊന്നും കിട്ടത്തില്ല. പിന്നീട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഫോർ BSLP കോഴ്സിൻ്റെ കാര്യമായിട്ടാണ് പറയുന്നത്. ആയിഷ എൻട്രൻസ് എക്സാം ഫോർ BSLP പ്രോഗ്രാമിന് ഒരു സിംഗിൾ ഡേ എക്സാം ആയിരിക്കും, ഒരു സിംഗിൾ സെക്ഷൻ ആയിരിക്കും ഓൾ ഇന്ത്യ ലെവല്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്, CBT ഫോർമാറ്റിലാണ് എന്ത് ചെയ്യുന്നത് എക്സാം ഉണ്ടായിരിക്കുക. 150 ചോദ്യങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. അതിന് 150 മിനിറ്റ്, ഒരു ചോദ്യത്തിന് 1 മിനിറ്റ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, കണക്ക് കൂട്ടേണ്ടി വരും. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ 3 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് ബയോളജി ഓർ മാത്തമാറ്റിക്സ്, ഇങ്ങനെ 3 ആയിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ കറക്റ്റ് റെസ്പോൺസ് കൊടുക്കുന്നതിന് 1 മാർക്കും അതുപോലെ തന്നെ റോങ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ അറ്റംപ്റ്റ് ചെയ്യാത്ത ക്വസ്റ്റ്യൻസ് ആണെന്നുണ്ടെങ്കിൽ മൈനസ് മാർക്കൊന്നുമില്ല, 0 മാർക്കാണ്. അപ്പോൾ ഇതിൻ്റെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് അലോട്ട്മെന്റ് വഴി ആഴ്ചയിൽ നമുക്ക് അഡ്മിഷൻ കിട്ടുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാനുള്ളത്. ഇനി അടുത്തത് പ്രോസ്പെക്ടസിലോട്ട് വരുന്ന സമയത്ത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, പ്രോസ്പെക്ടസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതിലും പറഞ്ഞ പോലെ തന്നെ BSLP കോഴ്സിന് പ്രോഗ്രാമിന് ടോട്ടൽ 80 സീറ്റാണുള്ളത്. അണ്ടർ ഗ്രാജുവേഷൻ പ്രോഗ്രാം ആയിട്ട് BSLP ആണ് വരുന്നത്. ടോട്ടൽ 80 സീറ്റാണ് വരുന്നത്. അപ്പോൾ പ്രോസ്പെക്ടസ് നിങ്ങൾ എല്ലാവരും ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വായിച്ചു നോക്കുക. ഇത് യൂണിവേഴ്സിറ്റി ഓഫ് മൈസൂറിൻ്റെ അണ്ടറിലാണ് സ്ഥാപനം വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ മിനിമം 50% മാർക്കുള്ള കുട്ടികൾക്ക് ഇവർ കണ്ടക്ട് ചെയ്യുന്ന എക്സാം ത്രൂ ഇവിടെ എന്ത് ചെയ്യാം, അഡ്മിഷൻ എടുക്കാൻ പറ്റും. എക്സാം ത്രൂ ആണ് കേട്ടോ അഡ്മിഷൻ. അതുപോലെ തന്നെ നമുക്ക് +1 +2 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് പഠിച്ച കുട്ടികൾക്ക്, അതായത് കമ്പ്യൂട്ടർ സയൻസ് പഠിച്ച കുട്ടികൾക്ക് ഇതിൻ്റെ എൻട്രൻസിന് അപ്ലൈ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ്, ഇലക്ട്രോണിക്സ്, സൈക്കോളജി, ഇതാണ് ഇതിൻ്റെ ബേസിക് എലിജിബിലിറ്റി വരുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് +1 +2 CBSE അല്ലെങ്കിൽ NCERT സിലബസ് ബേസ് ചെയ്തിട്ടാണ് ചോദ്യം ഉണ്ടാവുക. ചോദ്യം നിങ്ങൾ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടോട്ടൽ നമ്പർ ഓഫ് സീറ്റ് വരുന്നത് 80 സീറ്റാണ്. ഇതിൻ്റെ ജനറൽ കാറ്റഗറി ഉണ്ട്, അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസ് സ്കീമും ഉണ്ട്. ഇങ്ങനെ 2 സ്കീമിൽ ടോട്ടൽ 80 സീറ്റാണ് ഉള്ളത്. ഇതിൽ തന്നെ റിസർവേഷൻ, OBCക്ക് ഇത്ര സീറ്റ്, SC STക്ക് ഇത്ര സീറ്റ്, അതുപോലെ തന്നെ EWSന് ഇത്ര സീറ്റ് എന്ന് പറഞ്ഞിട്ട് റിസർവേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇതാണ് നമുക്ക് അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ വരുന്ന ട്യൂഷൻ ഫീസ് ഇതാണ്. അതായത് ജനറൽ കാറ്റഗറിക്ക് വരുന്ന ട്യൂഷൻ ഫീസ് എന്ന് പറയുന്നത് 29,500 രൂപ ഫസ്റ്റ് ഇയർ, 23,600 രൂപ സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ 24,370 രൂപ ഇങ്ങനെ വരുന്നത്. പിന്നെ BSLP പ്രോഗ്രാമിന് ആഴ്ചയിൽ സ്റ്റൈപ്പൻഡ് ഉണ്ടാവും. മന്ത്ലി 800 റുപ്പീസ് വെച്ചിട്ട് ഒരു ഇയറിൽ 10 മാസം നമുക്ക് സ്റ്റൈപ്പൻഡ് കിട്ടും. ആഫ്റ്റർ ഫോർത്ത് ഇയർ ഇന്റേൺഷിപ്പിന് സ്റ്റൈപ്പൻഡ് അറൗണ്ട് 5,000 റുപ്പീസിൻ്റെ അടുത്താണ് കിട്ടുന്നത് കേട്ടോ കേരളത്തിലെ കുട്ടികൾക്ക്. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആയുഷിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. പ്രോസ്പെക്ടസും കാര്യങ്ങളും, എക്സാം ഡേറ്റ് കാര്യങ്ങൾ, സീറ്റ് അവൈലബിലിറ്റി, അതിൻ്റെ റിസർവേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ആയിഷ ആരാണ് അപ്ലൈ ചെയ്യേണ്ടത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ BSLP ഫിക്സ് ചെയ്തിട്ടുള്ള കുട്ടികൾ നിർബന്ധമായിട്ടും ആയിഷ അപ്ലൈ ചെയ്യുക. ഇൻ കേസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വളരെ ചെറിയ ഫീസിൽ നമുക്ക് പഠിച്ചിറങ്ങാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അധികം സീറ്റ് ഇല്ല, ആകെ 80 സീറ്റേ ടോട്ടൽ ഉള്ളൂ. എല്ലാ റിസർവേഷനും കൂട്ടിയിട്ട് BSLPക്ക് 80 സീറ്റേ ഉള്ളൂ. അപ്പോൾ ജനറൽ കാറ്റഗറിയിലൊക്കെ വളരെ ചെറിയ നമ്പർ ഓഫ് സീറ്റ് മാത്രമേ ഉള്ളൂ. എന്നാൽ പോലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ലതല്ലേ. ഒത്തിരി മലയാളി കുട്ടികൾ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. കേരളത്തിൻ്റെ തൊട്ടടുത്താണ് മൈസൂർ എന്ന് പറയുന്ന ലൊക്കേഷൻ. അപ്പോൾ ആവശ്യം അപ്പോൾ MBBS ഒക്കെ നോക്കുന്ന കുട്ടികളൊക്കെ അതുപോലെ തന്നെ എയിംസ് പോലുള്ള സ്ഥാപനങ്ങൾ നോക്കുന്നുണ്ട്. അതേപോലെ BSLP എന്ന് പറയുന്ന പെർട്ടിക്കുലർ കോഴ്സിന് ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് സ്ഥാപനം തന്നെയാണ് ആയുഷ് മൈസൂർ എന്ന് പറയുന്നത്. നമ്മുടെ കേരളത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. നമ്മൾ ഡൽഹിയിലും ബോംബെയിലും അവിടെ ഒന്നും പോയി പഠിക്കേണ്ട കാര്യമില്ല. മലയാളി കുട്ടികൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്ട്രെങ്ത് അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആയുഷിനെ കുറിച്ചിട്ട് എല്ലാവരും അറിഞ്ഞിരിക്കുക, അറിയാത്ത കുട്ടികൾക്ക് ഫോർവേഡ് ചെയ്യുക. ഇനി കേരളത്തിൽ ഇപ്പോൾ ഈ പെർട്ടിക്കുലർ കോഴ്സ് BSLP എന്ന് പറയുന്ന കോഴ്സ് കേരളത്തിൽ ആകെ എനിക്ക് തോന്നുന്നു ടോട്ടൽ 6 കോളേജിലായിട്ട് 155 സീറ്റേ ഉള്ളൂ കേരളത്തിൽ. അപ്പോൾ കേരളത്തിൽ കിട്ടാത്ത കുട്ടികൾ, കേരളത്തിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ അറിയാലോ അറൗണ്ട് ഒരു 97, 98, 99, 100% മാർക്കുള്ള കുട്ടികൾക്കാണ് യൂഷ്വലി സ്റ്റേറ്റ് മെറിറ്റിൽ LBS ത്രൂ കേരളത്തിലുള്ള ഈ 6 കോളേജിലും അഡ്മിഷൻ കിട്ടുന്നത്. നിശ്ചിലൊക്കെ ഉണ്ട്.
അപ്പോൾ ഈ കേരളത്തിൽ കിട്ടാത്ത കുട്ടികൾ എന്ത് ചെയ്യണം? ഒന്നെങ്കിൽ ഇതുപോലത്തെ എൻട്രൻസ് എക്സാം എഴുതിയിട്ട് മറ്റുള്ള സ്ഥാപനങ്ങളിൽ ജോയിൻ ചെയ്യുക. അല്ലെന്നുണ്ടെങ്കിൽ വേറെയും ഒരുപാട് റെപ്യൂട്ടഡ് ആയിട്ടുള്ള RCI റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അപ്രൂവലുള്ള മറ്റ് സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ കേരളത്തിന് പുറത്തൊക്കെ പോയി അഡ്മിഷൻ എടുക്കാനൊക്കെ താല്പര്യപ്പെടുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ വെബ്സൈറ്റ് വഴി എൻക്വയറി ഇട്ടുകൊണ്ട് നമ്മുടെ വാട്സപ്പ് ചാനലിലും വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്തോളൂ. ഞങ്ങളായിട്ട് കണക്ട് ചെയ്തോളൂ. ഹെൽപ്പ് ചെയ്ത് തരാൻ പറ്റും. ഒത്തിരി കുട്ടികൾ ഞങ്ങൾ ത്രൂ അഡ്മിഷൻ ഓൾറെഡി എടുത്തിട്ടുള്ള കോഴ്സ് തന്നെയാണ് BSLP. കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഷെയർ ചെയ്ത് തരാൻ പറ്റും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.